ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങൾ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവി വൻതോടിമ്പതും. ഇന്ന് നമ്മളെ സ്നേഹാദരം നൽകുന്നത് നമ്മുടെ ഡോക്ടർ ദിൽഷായ് ഇടമൺ സാറിനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇടമൺ സുജാതൻ സാറാണ് 10 വർഷം മുമ്പ് ഡോക്ടർ ഇടമൺ ദിൽഷ സാറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ആ പരിചയം സജീവമായിട്ട് സാംസ്കാരിക രംഗത്ത് മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും ഒരു 16ഓളം മേജർ സർജറി കഴിഞ്ഞിട്ട് അദ്ദേഹം സജീവമായിട്ട് കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് എത്തിച്ചേർന്നത് ശ്രേഷ്ഠ ഭാഷാ മലയാളം സാംസ്കാരിക വേദിയിലൂടെയാണ്. അതിലൂടെ അദ്ദേഹത്തിന് തുടർന്ന് ഒരു പുതുജീവൻ കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഇടപെടലുകളും ശ്രേഷ്ഠ ഭാഷാ മലയാളത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. ആക്സിഡന്റ് പറ്റിയതിലും അദ്ദേഹം പ്രകൃതി പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് സജീവമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് ഗുരുകുലം എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയലുണ്ട്. നിരവധി കുട്ടികൾക്ക് അദ്ദേഹം സൗജന്യ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ പല മേഖലകളിലും സർക്കാർ തലത്തിൽ ഉദ്യോഗം കിട്ടി അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയൊരു ശിഷ്യ സമ്പത്ത് സാറുണ്ട്. അതുപോലെ തന്നെ പാവങ്ങളോട് അങ്ങേയറ്റം കരുണ കാണിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ്. നോവുന്ന ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കില്ല എന്നുറക്കെ പാടിയ, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിക്കാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് ഉറക്കെ പാടിയ വയലാർ ആത്മാവിനെ അനുസ്മരിക്കുന്ന രീതിയിൽ ആ തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നോവുന്ന ആത്മാവുകൾക്ക് വേണ്ട ആശ്വാസം നൽകുന്ന മാന്യ വ്യക്തിയാണ് ഡോക്ടർ ദിൽഷായ് ഇടമൺ.